എനിക്ക് എനിക്ക് എത്രയും വേഗം ഒരു കല്യാണം കഴിക്കണം. എന്താ ഇങ്ങനെ അന്തം വിട്ട് പോവാൻ? എനിക്ക് എന്താ കല്യാണ പ്രായം ആയില്ലേ? ആയി. എന്നാലും ഒരു പെൺകുട്ടി എനിക്കിപ്പോ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നത് ആദ്യമായിട്ട്. എനിക്ക് വേണ്ടി പറയേണ്ട ആളത് പറയുന്നില്ലല്ലോ. കാശ് വേണമെങ്കിൽ ഏതെങ്കിലും പണച്ചാക്കിനെ പോയി കെട്ടിക്കോളം പറഞ്ഞു. പിലാത്തോസിനെ പോലെ കൈ കഴുകിയില്ലേ? അതാരേ പുതിയ പ്രതി? പിലാത്തോസ് അച്ചായന്റെ അനിയനോ ചേട്ടനോ മറ്റാണോ? അയാൾ എന്തിനാ നിങ്ങളുടെ വീട്ടിൽ വന്ന് കൈ മുഖം കഴിയുന്നേ? അല്ല, അയാളുടെ വീട്ടിൽ വെള്ളമൊന്നും ഇല്ലേ? അല്ല, ആവശ്യത്തിന് വെള്ളമില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. വേറെ ആരുടെങ്കിലും വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ സാധിക്കേണ്ടി വരും. എന്നാലും പീലാത്തോസ് എന്ന പേരിൽ ഒരു ബന്ധുള്ള കാര്യം അച്ചായൻ എന്നോട് ഇതുവരെ പറഞ്ഞിട്ട്. ഒന്നും അടങ്ങ് എന്റെ തങ്കപ്പ സാറേ, ഞാനൊരു ഉപമ പറഞ്ഞു പോയതാ. ഉപമയാണെങ്കിൽ വല്ല ശശിന്നോ മറ്റോ പറഞ്ഞാ പോരെ? വെറുതെ അല്ല ആളുകൾ ഇപ്പോഴും പോലീസിനെ കളിയാക്കുന്നത്. അല്ല, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? എന്റെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് മാട്രിമോണിയൽ കോളത്തിൽ നമുക്കൊരു പരസ്യം കൊടുക്കണം. അല്ല, അതെ, എനിക്കങ്ങോട്ട് മനസ്സിലായി. എന്റെ തങ്കപ്പ സാറേ, കല്യാണ പരസ്യേ പത്രത്തിൽ കൊടുക്കുന്ന കാര്യമാ പറഞ്ഞത്. എന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റാഞ്ഞിട്ടൊന്നുമല്ല. പെണ്ണ് തന്നെ ചെന്നതൊക്കെ കൊടുക്കുമ്പോ അതൊക്കെ ഒരു വകയാ. അച്ഛനോട് പറഞ്ഞാ പോരെ? അതല്ലേ ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പപ്പ എന്നോട് അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ ഒരാളെ കണ്ടുപിടിച്ചു തന്നെ ഞാൻ പകരം വീട്ടും. ഓ, അങ്ങനെ. മോളെ, പരസ്യമൊക്കെ കൊടുക്കാം. പക്ഷേ ഒരു വലിയ പ്രശ്നമുണ്ട്. എന്താ? പരസ്യം കണ്ട് വീട്ടിൽ പെണ്ണ് കാണാൻ വരുമ്പോ പെണ്ണിന്റെ തള്ളയെ ചോദിക്കും. അത് അപ്പൊ എങ്ങനെ മിണ്ടാട്ടം മുട്ടി പോലെ നിന്നാ പറ്റിയല്ല. കൊള്ളാവുന്ന കുടുംബത്തിൽ മോൾ ആഗ്രഹിക്കുന്ന കാശുകാരായ ചെറുക്കന്മാർ കാണും. അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മളും കൊള്ളാവുന്നവരാണെന്ന് അവർക്ക് തോന്നണം, വേണ്ടേ? തന്തയും തള്ളയും വേറെ വേറെയാ താമസിക്കുന്ന അവർക്ക് തോന്നിയ തറവാട്ടിൽ പറഞ്ഞ ഒരു ചെക്കനും വരികയില്ല. അതിനെ കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കണം, ചിന്തിച്ചേ പറ്റൂ. എന്താ ചെയ്യാ? മമ്മ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. മമ്മയോട്ട് വരെയില്ല. വരും. മോളുടെ ഭാവിയുടെ പ്രശ്നമാണെന്ന് കണ്ടാൽ വരും. ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ. സാർ സംസാരിച്ച വേണ്ടേ? വേണ്ടെങ്കിൽ വേണ്ട. അല്ല, വേണം. എനിക്ക് വേണ്ടി സംസാരിക്കാൻ വേറെ ആരും ഇല്ലല്ലോ. മോള് വിഷമിക്കണ്ട. ഇന്ന് മുതൽ ഈ തങ്കപ്പനെ ഒരു കൊച്ചച്ഛന്റെ സ്ഥാനത്ത് കാണണം. കൊച്ചേ, അച്ഛൻ അല്ല, കൊച്ചച്ഛൻ. കൊച്ചച്ഛൻ കൊച്ചച്ഛനെ സംസാരിച്ച് ശരിയാക്കി തരാം. മോള് കണ്ടോ, നാളെ മോളുടെ അമ്മ പെട്ടിയും കിടക്കായിട്ട് വീട്ടിലേക്ക് വന്ന് പൊറുതി തുടങ്ങും. ഇത് ഞാൻ ഏറ്റു. എന്നാ പിന്നെ കൊച്ചച്ഛൻ പോട്ടെ. കൊള്ളാം. വീണ്ടും അവൾക്ക് അമ്മയുടെ ആവശ്യം വന്നിരിക്കുന്നു അല്ലേ? ഓരോ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആവശ്യങ്ങൾ വരുമ്പോഴാ അവൾ ഇങ്ങനെ ഒരാളെ കുറിച്ച് ഓർക്കുന്നത്. മകളായാൽ ഇങ്ങനെ തന്നെ വേണം. സ്വന്തം കാലിൽ നിൽക്കാറാകും വരെ അമ്മ വേണം. പിന്നെ കല്യാണ പന്തലിലേക്ക് കൈപിടിച്ചിറക്കാൻ. ജോലിയോ തിരക്കുകളോ ഉണ്ടെങ്കിൽ കുഞ്ഞിനെ നോക്കാൻ. അതിനൊക്കെ മതി അമ്മ. ലോകം അങ്ങനെ ആയിപ്പോയില്ലേ മാഡം? തെളിച്ച വഴിയെ പോയില്ലെങ്കിൽ പോകുന്ന വഴിയെ തെളിക്കണമെന്നല്ലേ? അങ്ങനെ അവൾക്ക് ആവശ്യം തോന്നുന്ന നേരത്തെ വന്ന് നിൽക്കാൻ എനിക്ക് സൗകര്യപ്പെടില്ല. മനസ്സിലായില്ലേ? അവളുടെ ഏറ്റവും വലിയ ശത്രു ഞാനാണെന്നാ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്. എന്ത് ദ്രോഹ ഞാൻ അവളോട് ചെയ്തത്? സാറിനെല്ലാം അറിയാലോ അല്ലേ? മനസാക്ഷി എന്നുണ്ടെങ്കിൽ മനസ്സിലാവും. മറ്റൊരാളുടെ സ്വത്ത് തട്ടിയെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അവസരം കിട്ടിയപ്പോ അത് തിരുത്തി. അതാ ഞാൻ അവളോട് ചെയ്തെന്ന് പറയുന്ന തെറ്റ്. ആരുടെയും ഒരു പൈസ പോലും അനർഹമായി തട്ടിയെടുത്ത പാരമ്പര്യം ഇല്ല എനിക്ക്. അതുകൊണ്ട് ജീവിതത്തിൽ അനർത്ഥങ്ങളെ ഉണ്ടാവുമെന്ന് വിശ്വസിച്ചു. എന്റെ മോൾ അങ്ങനെ ഒരു ശാപം കൊണ്ട് ജീവിക്കരുതെന്ന് ആഗ്രഹിച്ചു. അത്രേ ചെയ്തുള്ളൂ. അവൾക്കിഷ്ടം പപ്പയുടെ കൂടെ ജീവിക്കുന്നതാ. അവർ തമ്മിൽ ഇണങ്ങും. അവൾ എന്ത് ചെയ്താലും അയാൾ സപ്പോർട്ട് ചെയ്യും. എന്താ കാര്യം അറിയോ? അയാൾക്ക് അവളോട് ഒരു തരി പോലും ആത്മാർത്ഥതയില്ല. തെറ്റ് ചെയ്യുമായിരുന്നെന്ന് പറയുന്നവരെ കണ്ടുകൂടാ. അതുകൊണ്ടാ അവൾ അയാളുടെ കൂടെ ജീവിക്കുന്നത്. അമ്മ അവളെ എന്നേ വേണ്ടത് വെച്ചതാ. ഇങ്ങനെ ഒരു അവസരം വരുമ്പോ ഓടിച്ച നമ്മ വേഷം അഭിനയിക്കാൻ എനിക്ക് മനസ്സില്ല. അല്ല മാഡം, വേറെന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കിതിൽ വേറെ എന്താ പറയാനുള്ളത്? പപ്പയും മോളും തമ്മിൽ എന്തോ പറഞ്ഞു തെറ്റി. ഒരു സപ്പോർട്ട് ആവശ്യമുള്ള സമയത്ത് ആരുമില്ലാന്ന് കണ്ടപ്പോ സഹായിക്കണമെന്ന് തോന്നി. എന്തൊക്കെ പറഞ്ഞാലും അച്ചായനും മാഡവും അവളുടെ പപ്പയും അമ്മയല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് അവളും അവക്ക് നിങ്ങളും മാത്രമേ ഉള്ളൂ. വഴക്കും വക്കാനും ഒക്കെ ജീവിതത്തിൽ പതിവാണ്. പക്ഷെ ഒരു അത്യാവശ്യം വരുമ്പോൾ ഓടിയെത്തണം. ബന്ധങ്ങൾ അങ്ങനെയാണ്.
ഇത് ബെല്ലയുടെ ജീവിതത്തിൽ ഒരു നിർണായകമായ സമയമാണ്. സഹായിക്കാം, സഹായിക്കാതിരിക്കാം, ഇഷ്ടം പോലെ. പോട്ടെ. അതെ, ഇങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് വിട്ടുപോയാ അത് ഓർത്തിട്ട് എന്റെ മനസ്സ് മാറുമെന്ന് കരുതണ്ട. ആദ്യം പറഞ്ഞത് തന്നെയാ എന്റെ തീരുമാനം. തൽക്കാലം അതിന്ന് ഒരടി പിന്നോട്ടില്ലെന്ന് അവളോട് പറഞ്ഞേക്ക്. വരട്ടെ. അങ്ങനെ ചെന്ന് വിളിച്ച് അവള് വരുന്നത് എനിക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ തെറ്റില്ലല്ലോ ചായ. പോയാ ഒരു വാക്ക് കിട്ടിയ ഒരു ആന അല്ലേ? തൃപ്തിയായല്ലോ അല്ലേ? തൃപ്തിയായല്ലോ, സമാധാനായല്ലോ തനിക്ക്. വന്ന് നിൽക്കുന്നു. ഇങ്ങനൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചപ്പോ നിങ്ങളെന്താ എന്നോട് ആലോചിക്കാതിരുന്നത്? എന്താടോ നാവ് ഇറങ്ങിപ്പോയോ? അല്ല, അത് ഈ കേസിൽ അച്ചായൻ കൈ ഒഴിഞ്ഞു എന്ന് പറഞ്ഞ പോലെ സംസാരിച്ചു കേട്ടപ്പോ എല്ലാം താൻ അങ്ങ് സ്വയം ഏറ്റെടുത്തു അല്ലേ? നിർമ്മലയെ ക്ഷണിച്ചത് തങ്കപ്പൻ സാറിന്റെ വീട്ടിലേക്കാണോ? അയ്യോ അല്ല, ഇങ്ങോട്ട് തന്നെയാ അല്ലേ? പിന്നെ ഞാൻ എങ്ങോട്ടാ ക്ഷണിക്കേണ്ടത്? ഇങ്ങോട്ടാണെങ്കിൽ, ഈ വീട്ടിൽ വന്ന് താമസിക്കാനാണെങ്കിൽ ആദ്യം എന്റെ അനുവാദം വേണം, വേണ്ടേ? അല്ല, അത് ശരിയാ. പിന്നെന്തോർത്തിട്ടാ പുല്ല് താൻ അവളോട് ഇങ്ങോട്ട് വന്ന് താമസിക്കാൻ പറഞ്ഞതേ? താമസിപ്പിക്കാൻ എനിക്ക് സൗകര്യപ്പെട്ടില്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? പറഞ്ഞോ.